ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടർ. നമ്മുടെ മെയിൻസ് ടെസ്റ്റ് സീരീസ്, അതായത് 2026-ൻ്റെ മെയിൻസ് ടെസ്റ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഷെഡ്യൂളും എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു ബി ഡിഫറെൻറ്റ് ഫ്രം ദി ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു മേക്ക് എ ഡിഫറൻസ് ഇൻ യുവർ പ്രിപ്പറേഷൻ, അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. വിത്ത് മീ അർജുൻ ആർ ശങ്കർ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫ്രീ സ്ട്രാറ്റജീസ് UPSC 2026-ൽ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്താലും ഇല്ലെങ്കിലും I urge everybody to complete one cycle. ഒരു സൈക്കിൾ എങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു. പ്രിലിംസ് പാസ്സായില്ലെങ്കിൽ പിന്നെ ഞാൻ മെയിൻസ് പഠിക്കണോ, സമാധാനമായിട്ട് പിന്നെ പഠിച്ചാൽ പോരെ എന്നുള്ളത്. ഈ ഷെഡ്യൂൾ ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഈ ഷെഡ്യൂൾ ഇവിടെ ഉണ്ട്, നമുക്കിതിനകത്തൊരു ഷെഡ്യൂളുണ്ട്. ഈ ഷെഡ്യൂൾ സമയം എടുത്ത് പഠിച്ചോ. ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ തീരുന്നത് August 1 നമ്മൾ മെയിൻ സംഭവങ്ങളെല്ലാം തീർക്കുകയാണ്, പിന്നെ കോംപ്രിഹെൻസീവ് മോക്കിലേക്ക് പോവാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പീഡ് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഷെഡ്യൂൾ, നിങ്ങളുടെ ടൈം അനുസരിച്ച് പഠിച്ചു പോവാം. പക്ഷേ മേക്ക് ഷുവർ നിങ്ങൾ ഈ ഷെഡ്യൂൾ കീപ്പ് ചെയ്ത് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ദാറ്റ് ഐ ഹാവ് ടു ടെൽ യു ഇൻ ദിസ്. അപ്പോൾ അതിനു വേണ്ടി ഫ്രീ സ്ട്രാറ്റജീസിന് വേണ്ടി, നോട്ട്സിനൊക്കെ വേണ്ടി ഞാനൊരു ടെലിഗ്രാം ചാനൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അർജുൻ സാർസ് മെയിൻസ് ഗൈഡൻസ് എന്ന് പറഞ്ഞ്, ഇതാണ് അതിൻ്റെ QR. നിങ്ങൾക്ക് ഇതിൽ തന്നെ സ്കാൻ ചെയ്യാവുന്നതാണ്. റൈറ്റ് അവേ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ അർജുൻ സാർസ് മെയിൻസ് ഗൈഡൻസ് 2026 എന്ന് സെർച്ച് ചെയ്താൽ എക്സ്ക്ലൂസീവ്ലി 2026-ന് വേണ്ടിയുള്ള മെയിൻസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, സ്ട്രാറ്റജീസ്, ഈവൻ വോയിസ് ആയിട്ടൊക്കെ വീഡിയോസിനെക്കാട്ടും കൂടുതൽ കുറച്ചുകൂടെ ഇടാൻ എളുപ്പം അതാണ്. ഐ വിൽ ബി ഡൂയിങ് ദിസ്. സോ കൈൻഡ്ലി വാച്ച് ദിസ്. ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് എ ബിഗ് ഡിഫറൻസ്. ഇനി കമ്മിങ് ബാക്ക് ടു, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കമ്മിങ് ബാക്ക് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, നമ്മുടെ ഷെഡ്യൂളിന് വേണ്ടിയുള്ള, ഇതാണ് നമ്മുടെ മെയിൻസിന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. സോ ബിഫോർ ഐ ഗോ ഇൻ ടു ദ ഡീറ്റെയിലിംഗ് പാർട്ട്, ഇത് ആക്ച്വലി നമ്മൾ സാധാരണ കാണുന്ന പോലെ ഫുൾ അങ്ങനെ കുറേ ഹിസ്റ്ററി അല്ലെങ്കിൽ കുറേ ജോഗ്രഫി, കുറേ പൊളിറ്റി അങ്ങനെയൊക്കെ എഴുതിയ കുറേ റാൻഡമായിട്ട് പഠിച്ച് തീർക്കുന്ന ഒരു എക്സാം മോഡല്ല ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൾറെഡി June 2 ഞാനിത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. സോ യു ക്യാൻ ആക്ച്വലി ക്വിക്ക്ലി ഗെറ്റ് ഇൻ ടു ദ ട്രാക്ക്. August 1 വരെ, അതാണ് അതിൻ്റെ ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. August 1 വരെ ഞാൻ ഇതിനെ സ്പെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ബിക്കോസ് ഇപ്പോൾ ഒരു 2 വീക്സിൻ്റെ അല്ലെങ്കിൽ ഒരു 2 വീക്ക്, ഒരു ഫോർട്ട് നൈറ്റ് എന്ന രീതിയിൽ, ഓരോ വീക്കിലും ഓരോ സ്പെൽ എന്ന രീതിയിൽ. അതെന്തിനാണ് അങ്ങനെ സ്പെല്ലാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പ്രിപ്പറേഷൻ സ്റ്റക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് എപ്പോഴും ചെയ്യുന്നത്. ബിക്കോസ് പല ആൾക്കാരും നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്, കുറേ ഹിസ്റ്ററി പഠിക്കും, കുറേ എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞ ശേഷം ഇൻ്റർനാഷണൽ റിലേഷൻസ് എടുക്കും, പിന്നെ എത്തിക്സ് എടുക്കും, അവിടെ നിന്നും കുറേ സാധനങ്ങൾ പഠിച്ച് അവസാനം ഒരു ജൂലൈ പകുതിയൊക്കെ ആവുന്ന സമയത്ത് എവിടെയും ഒന്നും എത്താത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുന്നൊരു സംഭവമുണ്ട്. കാരണം ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. യു ഷുഡ് ഈക്വലി ഫൈൻഡ് ടൈം ടു റൈറ്റ്. നമുക്ക് എഴുത്തിന് വേണ്ടിയുള്ള സമയം കൂടെ ഭയങ്കര നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഠിത്തം, ഇതിലൊരു പ്രധാന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, നമ്മൾ എഴുതുന്നത് മാത്രമല്ല, പഠിക്കുന്നത് മാത്രമല്ല. ഇപ്പോൾ ഒരു 60% എന്നൊരു കാൽക്കുലേഷനിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ 40% നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ 60% നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മൈക്രോ ടെസ്റ്റ് വെച്ച് പോകുന്നത്. അപ്പോൾ നിങ്ങളത് മാക്സിമം കവർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പെല്ലിൽ ഞാൻ പറഞ്ഞു വന്ന ഈ സ്പെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യം ഈ ഒരു സ്പെല്ലിൽ തന്നെ നമ്മൾ GS പേപ്പർ 1-ഉം അതേപോലെ തന്നെ GS പേപ്പറിൻ്റെ 2-ഉം 3-ഉം എത്തിക്സ് പേപ്പർ 4-ഉം കൂടെ സോൾവ് ചെയ്ത് പോകും. അതിലും പ്രധാനപ്പെട്ട ഒരു സജഷൻ കൂടെ പറയാനുണ്ട്. GS പേപ്പർ 1-ൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ, ജോഗ്രഫി സ്റ്റക്കായി പോകും. ഇതേപോലെ ടോപ്പിക്കുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു സ്പെല്ല് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ദാറ്റ് നിങ്ങളുടെ മൈൻഡും ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ആ ഒരു മെയിൻസിൻ്റെ ഒരു ഡിഫിക്കൽട്ട് ടൈമിൽ, നമ്മളൊരു ലിമിറ്റഡ് ടൈമിൽ ഈ ഒരു റൊട്ടേഷൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ നിങ്ങളത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ആൻഡ് ഈ ഒരു റൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു സ്പെല്ല് അവസാനിക്കുമ്പോൾ മസ്റ്റായിട്ടും ഇതിൻ്റെ കൂടെ ഒരു essay പേപ്പർ ഉണ്ട്. ഇതിനകത്തൊരു essay എഴുതണം. അതേപോലെ GS പേപ്പർ 4-ൻ്റെ ഒരു എത്തിക്സ് കേസ് സ്റ്റഡിയും കൂടെ എഴുതി വേണം നമ്മൾ മുന്നോട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ, August 1 ശേഷം നമുക്ക് കോംപ്രിഹെൻസീവ് GS എക്സാംസ് ഉണ്ട്. അതായത് GS 1, 2, 3, 4, അതേപോലെ തന്നെ essay പേപ്പറും ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും
ലാംഗ്വേജ് പേപ്പറിൻ്റെ അത് UPSCയുടെ PYQ തന്നെ നമുക്ക് എഴുതി നോക്കണം. അപ്പോൾ ലാംഗ്വേജ് പേപ്പർ കിട്ടാൻ വേണ്ടി ഇംഗ്ലീഷ് ഓർ മലയാളം ഓർ ഹിന്ദി ഓർ വാട്ട് എവർ ലീജർ ലാംഗ്വേജ് യു വോണ്ട് അത് PYQ തന്നെ നമുക്ക് എഴുതി നോക്കാം. സോ ദാറ്റ് യു റിയലി ഗെറ്റ് എ ഫീൽ. ആ എക്സാമിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ 2 സെറ്റ് ഫുള്ളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുഴുവൻ കോൺസെപ്റ്റും നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് നൗ ഐ ആക്ച്വലി ടേക്ക് യു ടു എങ്ങനെയാണ് നമ്മളിത് പഠിക്കേണ്ടത് എന്നുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് ഐ ആക്ച്വലി ടേക്ക് യു ടു ദിസ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ കംപ്ലീറ്റ് GS1 GS2 ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഈ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റും. സോ കവറേജ് ക്രിയേറ്റ്സ് കോൺഫിഡൻസ്, റിവിഷൻ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇതാ phase 1, ഇതിൽ phase 2 ഉണ്ട്. ജൂൺ 2 മുതൽ 15 വരെയുള്ള phase 2 ഉണ്ട്. അതേപോലെ തന്നെ phase 3 ജൂലൈ 7. പിന്നെ അടുത്തത് phase 4, അത് വിട്ടുപോയതാണ്. phase 4 ഇതിൻ്റെ ഒരു സബ് പാർട്ടായിട്ട് കണ്ടാൽ മതി. ഇത് രണ്ടും ഒരു phase തന്നെയാണ്. phase 3യുടെ 2 ഭാഗമാണത്. ജൂലൈ 2 വീക്കിൻ്റെ കാര്യങ്ങളുണ്ട്. അവസാനം phase 4 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു phase ആണ്. അപ്പോൾ ഓരോ ഫേസിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഫൈനൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്കുകൾ പോകുന്ന രീതി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഫേസിൽ തന്നെ GS1-ന് 2 ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ, സ്റ്റക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ്. GS പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനും ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റും പഠിച്ചു വരാം. എക്കോണമിയുടെ ഫൗണ്ടേഷൻ, ഗ്രോത്ത്, ഡെവലപ്മെന്റ്, GDP, ഇൻഫ്ലേഷൻ, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടക്കാം. എത്തിക്സിന്റെ ഫൗണ്ടേഷനും എടുക്കാം. ഇവിടെ ആർട്ട് ആൻഡ് കൾച്ചറിനോടൊപ്പം തന്നെ ഫിസിക്കൽ ജോഗ്രഫിയുടെ ഒരു ബേസിക്സും കൂടെ ബിൽഡ് ചെയ്യാൻ പറ്റണം. ദാറ്റ് വാസ് ദ ലോജിക് ഓഫ് ഡൂയിങ് ദിസ്. ഐ ഹോപ്പ് യു ഗോട്ട് ദിസ് പോയിന്റ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഇത് കഴിയുമ്പോൾ ഒരു എസ്സേ, എത്തിക്സിന്റെ കേസ് സ്റ്റഡിയുടെ പേപ്പർ, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ അവസാനത്തേക്ക് കൊണ്ടുവയ്ക്കാതെ, ഹംബിൾ സജഷൻ ആണ്, ഈ ടോപ്പിക്കുകൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം ജനറേറ്റ് ചെയ്യാനും ഇതിനോടൊപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകാൻ നമ്മൾ പഠിക്കണം. കാരണം കറണ്ട് അഫയേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. അത് കാണുന്നത് മെയിൻസിന് വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യമാണ്. കാരണം നമ്മുടെ മെയിൻസിൻ്റെ ആൻസേഴ്സിനെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യങ്ങളും കൂടെ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഇൻ്റഗ്രേഷൻ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സംഭവം വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. ആൻഡ് ഏറ്റവും രസമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതായിട്ട് ബന്ധപ്പെട്ട നോട്ട്സും ബാക്കി സ്ട്രാറ്റജീസും വോയിസും കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് പോവാം. ആൻഡ് അതുപോലെ തന്നെ എവറി 2 days, എവറി ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾക്ക് മൈക്രോ ടെസ്റ്റ്, ഈ ടോപ്പിക്കിനകത്തു നിന്ന് വരുന്ന മൈക്രോ ടെസ്റ്റ് എന്ന രീതിയിൽ മൈക്രോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി ഞാൻ തരാം. അതോടൊപ്പം തന്നെ ഇതായിട്ട് ബന്ധപ്പെട്ട ഈ ഏരിയയായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലും ഈ കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്ന സംഭവമാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡു ദിസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ആൻഡ് ഏകദേശം 2ാമത്തെ ഫേസ് കഴിയുമ്പോൾ തന്നെ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. നമ്മൾ ഏകദേശം ഈ ഒരു കാൽക്കുലേഷനിൽ എത്തുമ്പോൾ ഫേസ് 3 കഴിയുമ്പോൾ തന്നെ അവസാന ഫേസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് മോഡേൺ ഇന്ത്യയുടെ മേജർ ഏരിയ, ജോഗ്രഫിയുടെ മേജർ ഏരിയ, എക്കോണമിയുടെ മേജർ ഏരിയ എല്ലാം കഴിയും. അതിന് ഞാൻ എഴുതിയിട്ടുണ്ട്, എത്ര ശതമാനം കഴിയുമെന്ന് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ലാസ്റ്റ് ഫേസിലേക്ക് കിടക്കാം. എക്സ്ട്രാ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ഇതിനകത്ത് എസ്സേ റൈറ്റിംഗ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എസ്സേയുടെ വർക്ക്ഷോപ്സ് ഞാൻ വെച്ചുതരാം, എങ്ങനെയാണ് എസ്സേ എഴുതേണ്ടത്. വി ക്യാൻ ഈവൻ ഇവാലുവേറ്റ് യുവർ എസ്സേ. ഇപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി അയക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഈവൻ ഇവാലുവേറ്റ് ദി എസ്സേ ഫോർ യു. ആൻഡ് GS പേപ്പേഴ്സും നമുക്ക് ഇതേപോലെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എത്തിക്സ് പേപ്പറും നിങ്ങളുടെ ഫീഡ്ബാക്കും നമുക്ക് എടുക്കാൻ പറ്റും. ബിക്കോസ് എസ്സേ പേപ്പർ ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ പഴയ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണ GS പേപ്പറിൻ്റെ ഒരു കാൽക്കുലേഷൻ GS 1, 2, 3, 4 എടുക്കുകയാണെന്ന് വിചാരിക്കുക. 250 മാർക്സിൻ്റെ ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 99% ആൾക്കാർക്കും എക്സാം ടഫ് ആണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് സിമിലർ മാർക്കായിരിക്കും. പക്ഷേ എസ്സേയുടെ 250 മാർക്സ് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. അത്യാവശ്യം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ 140+ വരെ ഹിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ്. ഇവിടെ എല്ലാവർക്കും 250-ക്കകത്ത് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരു 98, ഒരു 100, 101, ഒരു 95 റേഞ്ചിലേക്ക് എല്ലാവർക്കും ഒരു ഡ്രോപ്പ് വരികയാണെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും അതേ റാങ്ക് തന്നെ ആയിരിക്കും. പക്ഷേ എസ്സേയിൽ നിങ്ങൾ 140+ അടിച്ചാൽ സാധാരണ ഇവിടെയും 100ഉം ഒരു 99ഉം 105 എന്നൊക്കെ അടിക്കുമ്പോൾ ഏകദേശം 30 മാർക്ക് അല്ലെങ്കിൽ 35 മാർക്കിൻ്റെ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ ഹൗ മച്ച് ഡിഫറൻസ് യു ക്യാൻ മേക്ക് ഇൻ യുവർ മെയിൻസ് ടോട്ടൽ മാർക്സ്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഫൈനൽ എക്സാമിനും സഹായിക്കാൻ പോകും.
അപ്പോൾ അതുകൊണ്ട് എസ് എ ഭയങ്കര പിവട്ടലാണ്. അതുകൊണ്ട് എസ് എ നമ്മൾ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും എസ് എ എഴുതിക്കുന്നുണ്ട്, ഓരോ ഫേസും. മൊത്തം നമുക്ക് ഇതിനകത്ത് 4+2 എസ് എ, മൊത്തം 7 എസ് എ ആണ് നമുക്ക് എഴുതാനുള്ളത്. ഈ 7 എസ് എ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ, സമയമെടുത്ത് എഴുതാൻ പറ്റുമെങ്കിൽ, യു ക്യാൻ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ദാറ്റ് ബിഗ് ചേഞ്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുണ്ട്. ആൻഡ് ഫൈനലി എല്ലാ ടോപ്പിക്സുകളും ലാസ്റ്റ് നമ്മളെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതിടുന്നുണ്ട്. പറ്റുന്നത് പോലെ മാക്സിമം നോട്ട്സ് ഞാൻ സപ്പോർട്ട് ചെയ്യാം, സ്ട്രാറ്റജീസ് സപ്പോർട്ട് ചെയ്യാം. ആൻഡ് ഫൈനലി 2 സെറ്റ് വെച്ചിട്ട് GS ഫുൾ കോംപ്രിഹെൻസീവിൻ്റെ 2 സെറ്റാണ് നമ്മൾ, ഫുൾ സെറ്റിൻ്റെ 2 എണ്ണമാണ് ഉള്ളത്. എസ് എ മാത്രം ഒരു ക്വസ്റ്റൻ എക്സ്ട്രാ ഉണ്ട്. ഇത് ലാംഗ്വേജ് പേപ്പറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇടുന്നത്. സോ വിച്ച് വിൽ ബി ഡെഫിനറ്റ്ലി PYQ. അത് UPSC PYQ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എന്നാലും നമ്മളത് എഴുതി നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ റൈറ്റിംഗ് ഫീൽ. ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ, ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു ടീമുണ്ട് IAS ഫാക്ടറിൽ, ഹു ഹാവ് വെരി എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ. മിനിമം 3-4 മെയിൻസ് ഒക്കെ എഴുതിയ ആൾക്കാർ തന്നെയാണ്. സോ ദേ റിയലി നോ ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ടീം വിൽ എക്സാക്ട്ലി ഗിവ് യു ദ റൈറ്റ് ഫീഡ്ബാക്സ്. ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കും പേപ്പർ കറക്ഷൻ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. സോ വി ആർ ഡൂയിങ് ദാറ്റ് ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ മെയിൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അവസാനിപ്പിക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഞാൻ ഇതിനൊരു മെയിൻസ് മൈൻഡ് സെറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും മെയിൻസ് എക്സാം എഴുതുക എന്ന് പറയുന്നത് ആ ഒരു മെയിൻസ് ഒരു മൈൻഡ് സെറ്റാണ്. നമുക്ക് ആ തന്നിരിക്കുന്ന ഒരു പേപ്പറിൽ നമ്മുടെ പോയിന്റ്സ് മാക്സിമം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതൊരു മൈൻഡ് സെറ്റാണ്. സോ ടെസ്റ്റ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു സൈഡിലും ബാക്കിയുള്ള ആൻസർ റൈറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ് എല്ലാം ഞാൻ ഗ്രൂപ്പിലും നമ്മുടെ പുതിയ ടെലിഗ്രാം ചാനലിലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഐ ഏർജ് ഓൾ ഓഫ് യു, പ്രിലിംസ് കിട്ടിയില്ലെങ്കിലും മെയിൻസിന് വേണ്ടി പഠിക്കാൻ നോക്കുക. ഒരു സൈക്കിൾ ലൈഫിൽ, UPSC ലൈഫ് പ്രിപ്പറേഷൻ സൈക്കിളിൽ ഒരിക്കലെങ്കിലും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഗെറ്റ് ഇൻ ടു ടെലിഗ്രാം ചാനൽ. അത് ഫ്രീ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഐ സീ യു. ഇനി ബാക്കി നമുക്ക് എക്സാംസിലും ബാക്കിയുള്ള കാര്യങ്ങളിലും നമുക്ക് കാണാം. അപ്പോൾ ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഫുൾ എക്സാംസ് ഉണ്ടാവും, അല്ലാതെ മൈക്രോ ടെസ്റ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. Okay, thank you so much and do subscribe to IAS Factors classes. This is Arjun R. Shankar.